ലെറ്റർ റൈറ്റിംഗ് ടാസ്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ദിസ് ഈസ് എ കോമൺ പ്രോബ്ലം എമംഗ് ദി IELTS ജനറൽ സ്റ്റുഡൻസ്. ഓക്കെ, ജനറൽ IELTS എടുക്കുന്ന ആൾക്കാർക്ക് വരുന്നൊരു കോമൺ ഇഷ്യൂ ആണ് ലെറ്റർ റൈറ്റിംഗിൽ ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദാറ്റ്. സോ ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് IELTS General Writing Task 1. ലെറ്റർ റൈറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ നോർമൽ വേ ഓഫ് ലെറ്റർ റൈറ്റിംഗ് അല്ല. ഹിയർ വി ഗോയിങ് ടു ഡീൽ വിത്ത് ദ ഇമെയിൽ ഫോർമാറ്റ് സ്റ്റൈൽ. ആ സ്റ്റൈലുള്ള ലെറ്റർ റൈറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റൈറ്റിംഗ് ടാസ്ക് 1 ഇൻ കേസ് ഓഫ് ജനറൽ IELTS. You must write one letter. One letter duration would be like around 20 minutes is given. Okay, in 20 minutes you'll have to write one letter and there is a word count, minimum 150 words and a maximum word count of 180, which means your letter should not go below 150 and it should not cross 180. In between ആയിരിക്കണം in 4 paragraphs. So that is a letter. Okay, now നോർമൽ നമ്മൾ ആദ്യ കാലങ്ങളിൽ നമ്മളെങ്ങനെ എഴുതിയിരുന്നത് റിട്ടൺ ലെറ്റർ ആയിരുന്നു അല്ലേ. റിട്ടൺ ലെറ്റർ അല്ല, ദിസ് ഈസ് ഇമെയിൽ ഫോർമാറ്റ്. റിട്ടൺ ലെറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ ചേഞ്ചസ് ഒക്കെ നമുക്ക് വരുത്തേണ്ട ആവശ്യമുണ്ട്. ഇവിടെ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. ക്വൈറ്റ് ഈസി ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ ടോൺ ഓഫ് ദ ലെറ്റർ. ഓക്കെ, നൗ ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ്. സോ IELTS ജനറലിൽ നോർമലി 3 ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ആണ് വരുന്നത്, വിച്ച് ഇസ് ഇൻഫോർമൽ. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? Normal one, which is to your friend, to your relative, okay, to your family. Semi-formal, to a known person. നിങ്ങൾക്ക് ഈ പറയുന്ന ആളെ അറിയാം, ബട്ട് അത്രയും അടുപ്പമില്ല. ഓക്കെ, സോ അങ്ങനത്തെ ലെറ്റേഴ്സിനെയൊക്കെ നമുക്ക് സെമി ഫോർമൽ രീതിയിലേക്ക് കൊണ്ടുവരാം. ആൻഡ് ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ്, നമുക്ക് ഏതാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെറ്റർ? ഫോർമൽ ലെറ്റർ ആണ്. ടു എ കമ്പനി ഓർ എൻ അതോറിറ്റി, ഒരു അതോറിറ്റേറ്റീവ് പേഴ്സൺ, ഇവർക്കൊക്കെയാണ് നമ്മൾ ഈ ഫോർമൽ ലെറ്റർ എഴുതുന്നത് അല്ലേ. സോ കോമൺ ആയിട്ടുള്ള 2 ലെറ്റർ ടൈപ്സ് വരുന്നത് ഇറ്റ്സ് ഇൻഫോർമൽ ആസ് വെൽ ആസ് ഫോർമൽ. റെയർ കേസസിലാണ് നമുക്ക് സെമി ഫോർമൽ ലെറ്റേഴ്സ് വരുന്നത്. സോ വാട്ട് ഈസ് നീഡഡ് ഇസ് ദ ടോൺ ഓഫ് ദ ലെറ്റർ ടു ഹൂം യു ആർ റൈറ്റിംഗ് ടു ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ടോണിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റൈറ്റിംഗ് സ്റ്റൈലിലും ഡിഫറൻസ് വരും. ഓക്കെ, നൗ ഹൗ ടു ഐഡൻറ്റിഫൈ ദ ലെറ്റർ ടൈപ്പ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, നമുക്കൊരു ലെറ്റർ കിട്ടി, അത് എന്ത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അല്ലേ. സോ നോക്കുക, ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഹൂ ആർ യു റൈറ്റിംഗ് ടു ആൻഡ് വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ്. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്? വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ, വിച്ച് മീൻസ് ഡു യു നോ ദിസ് പേഴ്സൺ, ഇസ് ഹി യുവർ ഫ്രണ്ട്, ഇസ് ഹി യുവർ ഫാമിലി. ഇതെല്ലാം നമുക്ക് ചെക്ക് ലിസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റും. നൗ ഇഫ് ഇറ്റ്സ് യുവർ ഫ്രണ്ട്, അതെന്താണ്? ഇറ്റ്സ് എൻ ഇൻഫോർമൽ ലെറ്റർ. ഇഫ് ഇറ്റ്സ് യുവർ നെയ്ബർ ഓർ എ ടീച്ചർ, it can be a semi-formal letter. Okay, now to the manager or the council, that becomes a formal letter. So ഈ ഒരു 2 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിനുള്ള ആൻസർ കിട്ടും. കറക്റ്റ് ടോൺ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ലെറ്ററിന് എന്താണ്. റോങ് ടോൺ ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഇപ്പം ഇൻഫോർമൽ ലെറ്ററിൻ്റെ ആണ് ബേസിക്കലി എഴുതേണ്ടത്, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു റൈറ്റ് എ ഫോർമൽ ലെറ്റർ ടു യുവർ ഫ്രണ്ട്, മീൻസ് ബാൻഡ് സ്കോർ നല്ല രീതിയിൽ വ്യത്യാസം വരും. ഇറ്റ് വിൽ ലോവർ യുവർ സ്കോർ. ഓക്കെ, നൗ ലെറ്റർ സ്ട്രക്ചർ. ഓരോ ലെറ്ററിനും നമുക്ക് ലെറ്റർ റൈറ്റിംഗിൽ ദർ ഇസ് എ സ്ട്രക്ചർ. ഒരു 4 പാരഗ്രാഫ്സ് വേണം. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദാറ്റ്. പെർഫെക്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് വൺ ഇസ് ഗ്രീറ്റിംഗ്. ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർമൽ ആണെങ്കിൽ ഡിയർ സർ ഓർ മാം. ഓക്കെ, ഡിയർ ജോൺ ഇഫ് ഇറ്റ്സ് ഇൻ ഇൻഫോർമൽ, ഡിയർ മിസ്റ്റർ ജോൺ ഇഫ് ഇറ്റ്സ് സെമി ഫോർമൽ. ഓക്കെ, സോ ഗ്രീറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ നെക്സ്റ്റ് വൺ ഇസ് ഓപ്പണിംഗ് പാരഗ്രാഫ്. ഓപ്പണിംഗ് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ജസ്റ്റ് 1 or 2 sentences. That is the purpose of writing your letter. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് പാരഗ്രാഫ് വരുന്നത്. സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ബോഡി പാരഗ്രാഫ്. ഒരു ലെറ്റർ തന്നിട്ടുണ്ടാവും, ബുള്ളറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ബുള്ളറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ആൻസർ ചെയ്ത് പോകേണ്ടത്. ഓക്കെ, യു ആർ മേക്കിംഗ് അപ്പ് എ സ്റ്റോറി ഓവർ ഹിയർ ആൻഡ് ദ ക്ലോസിംഗ് പാരഗ്രാഫ്, വാട്ട് യു വുഡ് ലൈക്ക് ദം ടു ഡു ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടോൺ. ഓക്കെ, സോ ഈ വക കാര്യങ്ങളാണ് നിങ്ങളുടെ ക്ലോസിംഗ് പാരഗ്രാഫിൽ വരുന്നത്. ഓക്കെ, നൗ once all these are done, last one is signing off. Yours faithfully, best regards വെച്ചിട്ട് നിങ്ങളുടെ പേര് പറയുക. So this is the structure that you have to use. Follow this in every letter. The content differs but not the structure. Okay, structure is same but the content differs depending upon the letter type. Okay, now greeting and sign off. So as I said, the first and the foremost thing that you need is how to greet. Okay, informal കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ആളുടെ പേര് പറയാം. Dear John,
he's your friend, dear John. Okay, now how do you sign off? ഏറ്റവും ലാസ്റ്റ് വരുന്നത്. In between ഉള്ള content is entirely different, and signing off നമുക്ക് ഒരു ഇൻഫോർമൽ ലെറ്ററിൽ എങ്ങനെ ചെയ്യാം? ബെസ്റ്റ് വിഷസ് അല്ലെങ്കിൽ ടേക്ക് കെയർ എന്ന് പറഞ്ഞ് നമ്മുടെ പേര് എഴുതാം. ഓക്കെ, നൗ when it comes to semi formal, ഗ്രീറ്റിംഗ് എങ്ങനെയായിരിക്കണം? ഡിയർ മിസ്റ്റർ ജോൺ ഓർ ഡിയർ മിസ്റ്റർ സ്മിത്ത് എന്നുള്ള രീതിയിൽ പറയാം. ബെസ്റ്റ് regards is what you use for your semi formal letter. Now when it comes to the formal part, ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഫോർമൽ സ്ട്രക്ചർ കേട്ടോ. ഡിയർ സർ ഓർ മാഡം, ഡിയർ സർ ഓർ മാഡം, ആൻഡ് യു ക്യാൻ സൈൻ ഓഫ് വിത്ത് യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ഈ ഫ്രം അഡ്രസ്, ഡേറ്റ്, ടു അഡ്രസ്, ഈ പാറ്റേൺ ഒക്കെ ഓൾഡ് പാറ്റേൺ ആയി മാറി. ഇപ്പോൾ റൈറ്റ് നൗ ഫോർമൽ ലെറ്റേഴ്സും നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇമെയിൽ ലെറ്റർ ഫോർമാറ്റ് ആണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫസ്റ്റ്. സോ ഗ്രീറ്റിംഗ് ആൻഡ് എൻഡിങ് മസ്റ്റ് മാച്ച് ദ ടോൺ. ഇവിടെ നിങ്ങളിപ്പം ഒരു ഫോർമൽ ലെറ്ററിൻ്റെ കേസിൽ ഡിയർ സറോ മാം എന്ന് പറഞ്ഞു, സൈനിങ് ഓഫിൽ കൊടുത്തു ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് ഇറ്റ് മാച്ച്? It doesn't match, and that can affect your score. So make sure your greeting as well as a signing off should match. അത് രണ്ടും തമ്മിൽ മാച്ച് ഉണ്ടായിരിക്കണം throughout the letter. Okay, so let's move on to the next slide. Greeting and sign off, I hope you understood that. The next one is your opening paragraph. Opening paragraph le purpose of the letter in 1 to 2 lines. I am writing to inform you that, or I am writing to complain to you. Complain about. I hope, informal ആണെങ്കിൽ I hope you are doing well. I am writing to. Don't repeat the question word by word. ആ ക്വസ്റ്റ്യൻ ഉള്ളത് അതേപോലെ എക്സാക്ട്ലി കോപ്പി ഡൗൺ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. You can paraphrase. Okay, so that is very important. I've already told you whether it is IELTS general or academic, നിങ്ങൾ റൈറ്റിംഗ് ആയി കഴിഞ്ഞാലും നമ്മൾ മാക്സിമം പാരാഫ്രേസ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. Make use of synonyms. Don't repeat words. Okay, now body paragraphs. Follow the bullet points in the question. ഓരോ ബുള്ളറ്റ് പോയിന്റും ഓരോ ഐഡിയ ആണ്. Each bullet points equals one idea. So the thing is, once you start writing the body paragraph, it should have a connectivity. Logical ആയിരിക്കണം കേട്ടോ. നമുക്ക് ക്ലിയർ കട്ടായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റണം. To the point ആയിരിക്കണം. Write logically. Add small examples if needed. Never miss a bullet point. ഇപ്പോൾ ഒരു 3 ബുള്ളറ്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് 3ഉം നമ്മുടെ റൈറ്റിങ്ങിൽ, നമ്മുടെ ലെറ്റർ റൈറ്റിങ്ങിൽ അത് ആൻസർ ചെയ്തിട്ടുണ്ടാവണം. ഒരെണ്ണം പോലും മിസ്സ് ചെയ്യാൻ പാടില്ല. അത് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാൻഡ് സ്കോറിനെ അതേ രീതിയിൽ അത് ബാധിക്കും. ഓക്കെ, നൗ ക്ലോസിംഗ് പാരഗ്രാഫ്. ഇറ്റ് ഷുഡ് ബി എ പൊലൈറ്റ് എൻഡിങ്. ലൈക്ക് അല്ലെങ്കിൽ ഇനിയിപ്പം നമ്മളൊരു ഫോർമൽ ലെറ്റർ ആണ്, ഒരു കംപ്ലെയിൻറ്റ് ലെറ്റർ എഴുതി വാട്ട് ആക്ഷൻ ഐ വുഡ് ലൈക്ക് ഐ വോണ്ട് യു ടു ടേക്ക്, ഇതൊക്കെ നമുക്ക് കാണിക്കേണ്ടി വരും അല്ലേ. സോ എന്തൊക്കെ യൂസ് ചെയ്യാം? ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു, ഓർ താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് കൺസിഡറേഷൻ. സോ ഇറ്റ് ഷോസ് ടാസ്ക് കംപ്ലീഷൻ. ഈ ഒരു ക്ലോസിംഗ് പാരഗ്രാഫ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ടാസ്ക് കംപ്ലീഷൻ ക്രൈറ്റീരിയ അവിടെ ഫിനിഷ് ആവുള്ളൂ. ഓക്കെ, ഇത് ഇതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. ഏതൊരു ലെറ്റർ ടൈപ്പ് ആയാലും യു ക്യാൻ ഫോളോ ദ സെയിം സ്ട്രക്ചർ പ്രൊവൈഡഡ് ദ കോണ്ടന്റ് ഓഫ് വാട്ട് യു റൈറ്റ് ഇസ് ഡിഫറെൻറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലെറ്റർ ടൈപ്പ്. ഓക്കെ, നൗ വേർഡ് കൗണ്ട് ആൻഡ് പാരഗ്രാഫ്സ്. സോ മിനിമം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിനിമം 150 വേർഡ്സ് ആണ്, maximum 180 words. Okay, don't get confused. Don't go below 150, don't go above 180. So ideal word count would be like 160 to 175 or 180 ആണ് വരേണ്ടത്. ഷോർട്ട് പാരഗ്രാഫ്സ് ആവണം. ക്ലിയർ സ്പേസിങ്. ഈ അടുത്തടുത്ത് സ്പേസ് ഇല്ലാണ്ട് എഴുതരുത്. അതേപോലെ പാരഗ്രാഫ്സ് തമ്മിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റണം. വൺ ലോങ് പാരാഗ്രാഫ് ഫോർ എ ലെറ്റർ ഡസൻറ്റ് സൗണ്ട് ഗുഡ്. സോ അത് ക്ലിയർ ആയിട്ട് ആ ലോജിക്കൽ ഫ്ലോയിൽ തന്നെ നമ്മുടെ പാരഗ്രാഫ്സ് പോയിക്കൊള്ളണം. ഓക്കെ, വൺ ലോങ് പാര മീൻസ് പുവർ ക്വാളിറ്റി ഇൻ യുവർ ലെറ്റർ റൈറ്റിംഗ്. ഓക്കെ, നൗ ഇൻഫോർമൽ ലെറ്ററിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇറ്റ് ഈസ് ഓൾവേസ് എ ഫ്രണ്ട്ലി ടോൺ. ഇൻഫോർമൽ ലെറ്ററിൽ കയറി നമ്മൾ ഭയങ്കര ഫോർമാലിറ്റി യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദാറ്റ് ഡസൻറ്റ് സൗണ്ട് ഗുഡ്. സോ ഫ്രണ്ട്ലി ടോൺ ആയിരിക്കണം. സിമ്പിൾ ലാംഗ്വേജ്, കോൺട്രാക്ഷൻസ് ആർ അലൗഡ്. ഐം ഓർ ഡോണ്ട് ഓർ ഡസൻറ്റ് ഇതൊക്കെ നമ്മൾ ഇൻഫോർമൽ റൈറ്റിംഗിൽ യൂസ് ചെയ്യുന്നതാണ്, വിച്ച് ഈസ് നോട്ട് ഡൺ ഇൻ യുവർ എസ്സേ റൈറ്റിംഗ്. ഓക്കെ, സോ വെൻ ഇറ്റ് കംസ് ടു ദ ഫോർമൽ ലെറ്റർ ഓൾസോ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എടുത്തു പറയുന്നു, ദിസ് ഇസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ ദി ഇൻഫോർമൽ ലെറ്റർ. കോൺട്രാക്ഷൻസ് ആർ അലൗഡ് and personal details are okay. You can give your personal details. You are making that up in the letter writing, right? So no formal words like furthermore, moreover എന്നുള്ള രീതിയിലൊക്കെയുള്ള ഭയങ്കര ലിങ്കിങ് വേർഡ്സും കാര്യങ്ങളും, ഫോർമൽ ലിങ്കിങ് വേർഡ്സും കാര്യങ്ങളൊന്നും നമുക്ക്
ഇൻഫോർമൽ ലെറ്റർ റൈറ്റിങ്ങിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ഫോർമൽ ലെറ്ററിൽ ശ്രദ്ധിക്കേണ്ടത് your tone should be polite, you should be respectful, dear sir or ma'am. No contractions, no slang, professional vocabulary, don't sound emotional. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ റൈറ്റിങ്ങിലേക്ക് വരാൻ പാടില്ല അവിടെ. ഓക്കെ, that becomes entirely different. It changes into an emotional, like informal way of writingലേക്ക് പോകും, which is not done. Okay, so these things need to be taken care of when it comes to the formal letter writing. The next one, common letter purposes. ഇനി ഫോർമൽ ലെറ്റേഴ്സ് എഴുതുക. ഇപ്പം നിങ്ങൾ ലെറ്റേഴ്സ് എഴുതുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ലെറ്റേഴ്സ് എഴുതാം? പല പല കാര്യങ്ങൾക്ക് എഴുതാം അല്ലേ. നമുക്കൊരു കംപ്ലയിൻറ്റ് ലെറ്റർ ആക്കാം, ഓർ യു ക്യാൻ ഗോ ഫോർ ലെറ്റ്സ് സേ അപ്പോളജൈസ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ, യു ആർ ഇൻവൈറ്റിംഗ് സമ്മൺ. ഇറ്റ് ക്യാൻ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ, വാട്ട് എവർ ഇറ്റ് ഈസ്. കംപ്ലയിൻറ്റ്, അപ്പോളജി, റിക്വസ്റ്റ്, ഇൻവിറ്റേഷൻ, അഡ്വൈസ്, എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് നമുക്ക് കൊടുക്കാം. സോ ദീസ് ആർ ദ കോമൺ ലെറ്റർ പർപ്പസസ് ആൻഡ് യുവർ കോണ്ടൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദീസ് കൈൻഡ്സ് ഓഫ് പർപ്പസ്. ഓക്കെ, ഇനി കോമൺ മിസ്റ്റേക്സ് റൈറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയാസ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയാസ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. Wrong tone, there is a tendency that the student can always go wrong when it comes to the tone. So ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിംഗ് ടാസ്ക് 1 കിട്ടിക്കഴിഞ്ഞാൽ പകുതി വായിച്ചിട്ട് നിങ്ങളുടെ റൈറ്റിംഗ് തുടങ്ങരുത്. ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. ടേക്ക് 2 or 3 minutes ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് കൈൻഡ് ഓഫ് എ ലെറ്റർ ഇറ്റ് ഇസ്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ലിസ്റ്റ് ചെയ്യാനുണ്ട്, ടോൺ ഓഫ് ദ ലെറ്റർ നമുക്ക് തീരുമാനിക്കാനുണ്ട്, ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ, വാട്ട് ഇസ് റിക്വയർഡ്. ഈ ഓരോ പോയിന്റ്, ഇപ്പോൾ ഓരോ ബുള്ളറ്റ് പോയിന്റ് എന്താണ് എഴുതാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് യു ക്യാൻ ജസ്റ്റ് നോട്ട് ഡൗൺ സോ ദാറ്റ് യു ഡോണ്ട് ഫോർഗെറ്റ്. ഓക്കെ, സോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലെറ്റർ എഴുതാനായിട്ട്. കാരണം വൺസ് യു ഗെറ്റ് ദ ലെറ്റർ, യു റീഡ് ഓൺലി ഹാഫ് ഓഫ് ഇറ്റ്, യു സ്റ്റാർട്ട് റൈറ്റിംഗ്, ചിലപ്പോൾ ടോൺ ചേഞ്ച് ആവാം. there is a huge chance that you might miss some bullet points. ആ ബുള്ളറ്റ് പോയിന്റ് ആഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലെറ്റർ കാര്യമില്ല, അത് ഇറ്റ്സ് എ വേസ്റ്റ്. ഓക്കെ, സോ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മിസ്സിംഗ് ബുള്ളറ്റ് പോയിന്റ്സ്. ഫോർമൽ ലെറ്ററിൽ ഇൻഫോർമൽ വേർഡ്സ് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ വരും. സോ അതിനെയും കുറിച്ച് നമുക്ക് ടേക്ക് കെയർ ചെയ്തേ പറ്റൂ. വെരി ഷോർട്ട് ആൻസേഴ്സ്, വളരെ വളരെ സിമ്പിൾ ഷോർട്ട് സെൻറ്റൻസസ് ആർ നോട്ട് അലൗഡ്. സോ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ആൻഡ് മെമ്മറൈസ് ടെംപ്ലേറ്റ്സ്. പല സ്റ്റുഡൻസും ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ് ടെംപ്ലേറ്റ്. ബിഗിനിങ്ങും ഒരു എൻഡിങ്ങും നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ട് ഇൻ ബിറ്റ്വീൻ ഫില്ലപ്പ് ചെയ്യാൻ നോക്കുന്നു. വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇറ്റ് ഡസൻറ്റ് നെസസറിലി സിങ്ക്. ഓക്കെ, നമ്മൾ ബിഗിനിങ് എഴുതി അതിൻ്റെ എൻഡിങ്ങും നമുക്ക് ടെംപ്ലേറ്റിലുണ്ട്. ഇൻ ബിറ്റ്വീൻ നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞിട്ടും വൺസ് യു റീഡ് ദാറ്റ് maybe our sentence doesn't make a sense, so that can create a problem. So never use template, you write on your own എന്നുള്ള രീതിയിൽ. അങ്ങനെ തന്നെ നമുക്ക് തുടക്കം മുതലേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ it will be quite easy. Don't go for templates. പ്ലെയിൻ ഓൾഡ് ആണ്, അത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ടെംപ്ലേറ്റ് യൂസേജ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്കോറിനെയും അത് എഫക്റ്റ് ചെയ്യും. സോ ബി വെരി കെയർഫുൾ റിഗാർഡിംഗ് ദാറ്റ്. ഓക്കെ, IELTS actually wants what? IELTS actually wants a natural writing, not like you don't have to make up some writing. Okay, now the next one, sample openings. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് I am writing to express my concern about. Okay, I am writing in response to your advertisement. I hope this letter finds you well. So full fledged letter കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമില്ല. ഇതേപോലത്തെ certain useful phrases പഠിച്ചാൽ മതി. Rest of the sentence you can make. Okay, so if these things are included, that becomes your good vocabulary also. Okay, now time management very important. നിങ്ങൾക്ക് റൈറ്റിംഗ് ടാസ്ക് തരുമ്പം 1 hour റൈറ്റിംഗ് ടാസ്ക് രണ്ടും കൂടി ഒരുമിച്ച് തരാം. യു ഹാവ് ടു ഡിസൈഡ്. സോ ടാസ്ക് 1 20 minutes ആണെങ്കിൽ ട്രൈ ടു ഫിനിഷ് ഓഫ് യുവർ ടാസ്ക് 1 within 20 minutes itself. ഡോണ്ട് ഗോ അബൌട്ട് ദാറ്റ്. കാരണം അത് പോയി കഴിഞ്ഞാൽ റൈറ്റിംഗ് ടാസ്ക് 2 പൊതുവേ കുറച്ച് ടഫായിരിക്കും. നമുക്ക് അതിനാണ് കൂടുതൽ ടൈം ഫ്രെയിം വേണ്ടത്. സോ നമ്മൾ ഈ ലെറ്റർ റൈറ്റിംഗ് ഒന്ന് സമയം എടുത്തിട്ട് നമുക്ക് ഐ ഹാവ് ടൈം, ലെറ്റ് മീ റൈറ്റ് ദിസ് ഇൻ എ വെരി ഗുഡ് വേ എന്ന് പറഞ്ഞ് എഴുതാനിരുന്ന് കഴിഞ്ഞാൽ ടൈം പോകുന്നത് അറിയില്ല, പിന്നീട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഓക്കെ, സോ റൈറ്റിംഗ് ഇസ് അറൗണ്ട് പ്ലാനിങ്. എങ്ങനെ ചെയ്യാം ഈ 20 minutes? സ്മാർട്ട് പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ക്വൈറ്റ് ഈസി. 3 minutes ടു പ്ലാൻ, ഫൈൻഡിങ് ഔട്ട് ദ ടോൺ, വാട്ട് ആർ യു പ്ലാനിങ് ടു ഡു ഇൻ ദി എസ്സേ. ഇതാണ് പ്ലാനിങ്. Writing 14 minutes you can write down the letter. Checking 3 minutes. What happens?
ആ ചെക്കിംഗ് 3 minutes എന്ന് പറയുന്നത് നിങ്ങൾ ഓൺ ദ ടോപ്പിക് ആണോ, എല്ലാ ബുള്ളറ്റ് പോയിന്റ്സ് കവേർഡ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും വ്യത്യാസം വരുത്താനുണ്ടോ, ഇതെല്ലാം. See, teeny tiny things also matter. You have to check your spellings, you have to check your handwriting, you have to check whether it is visible or not. അതായത് എഴുതുന്നതിൽ ക്ലാരിറ്റി വന്നിട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. വെറുതെ നമ്മൾ ധൃതി പിടിച്ച് വളരെ ഫാസ്റ്റായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ you get kind of confused. നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ മൈൻഡിൽ നിന്നേ കാര്യങ്ങൾ വിട്ടുപോകും. ഓക്കെ, now check spelling and grammar at the end. Overall, once you finish off your writing, you can check it, recheck that. Okay, now so for the exam day നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, identifying the letter type, deciding the tone, following the structure, write clearly, leave time to check. So there is a tendency task 1 കഴിഞ്ഞു, task 2 കഴിഞ്ഞു, എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് 1 ഉം 2 ഉം കൂടി നമുക്ക് ഒരുമിച്ച് വായിച്ച് നോക്കാം. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, ടാസ്ക് 1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതപ്പം തന്നെ നമ്മൾ അവിടെ ചെക്ക് ചെയ്ത് ഫിനിഷ് ഓഫ് ചെയ്തിട്ട് വേണം ടാസ്ക് 2ലേക്ക് കടക്കാനായിട്ട്. സോ ദീസ് തിങ്സ് നീഡ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ്. സോ കറക്റ്റ് ടോൺ, ക്ലിയർ സ്ട്രക്ചർ, all the bullet points covered, simple and correct English can be done. How? If you practice enough. Okay, very scoring task if done right. ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് പോയി, എല്ലാ സ്ട്രക്ചറും ക്ലിയർ കട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിത്ത് ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസ് യു റീചെക്ഡ് എവറിത്തിങ്, മീൻസ് യു ഗോട്ട് എ വെരി ഗുഡ് സ്കോർ. ഓക്കെ, സോ വൊക്കാബ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. IELTS ജനറൽ റൈറ്റിങ്ങിൽ ലെറ്റർ റൈറ്റിംഗ് 1 എന്ന് പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞ ഇമെയിൽ ലെറ്റർ ഫോമാറ്റാണ്, കുറേയും കൂടി ഈസിയാണ്. ഓൺലി തിങ് ഇസ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടോൺ. ഈ ടോൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ള ഏരിയാസ് കറക്റ്റ് ആയിരിക്കും. ഫോർമൽ ടോൺ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക, ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ്. ഇൻഫോർമലിൽ അത് ചെയ്യാൻ നോക്കുക. ഫോർമലിൽ കയറി ഇൻഫോർമൽ ആയിട്ടുള്ള നമ്മുടെ കോൺട്രാക്ഷൻസും കാര്യങ്ങളും യൂസ് ചെയ്യരുത്. ഇതൊക്കെ സ്ഥിരം കണ്ടുവരുന്ന മിസ്റ്റേക്സ് ആണ്. ഇതെല്ലാം മാറ്റുക. തുടക്കം മുതലേ അത് നമ്മൾ കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി. നമ്മൾ വൊക്കാബുലറി, യു ഹാവ് ടു ക്രിയേറ്റ് യുവർ ഓൺ വൊക്കാബുലറി. യു ക്യാൻ റീഡ് എ ലോട്ട്, യു ഗെറ്റ് എ ലോട്ട് ഓഫ് വൊക്കാബുലറി. അത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാണ്ട് നമ്മൾ തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയും കൂടി നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റും. സോ ഇഫ് യു പ്രാക്ടീസ് ഇൻ എ കറക്റ്റ് സ്ട്രാറ്റജി and attend the classes correctly and practice daily, you will get a good score. So I hope you understood today's session regarding the general writing task 1. We'll be back with another video. Do follow us for more. Thank you.